ഏവർക്കും എൻ്റെ ക്രിസ്തുവിലുള്ള സ്നേഹവന്ദനം. പഴയ പെസഹ പുതിയതിൻ്റെ നിഴൽ മാത്രം. ജീവദായക സ്നേഹത്തിൻ്റെ പ്രതിഫലനമായി പെസഹ ആചരിക്കപ്പെട്ടു. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന മഹൽ സന്ദേശം നൽകി പെസഹയ്ക്ക് നവമാനം ഏകുന്നു. സ്തോത്രം പാടിയ ശേഷം യേശുവും സംഘവും ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. മത്തായി സുവിശേഷം 26 അധ്യായം 30 വാക്യം. മരക്കുരിശിലേക്ക് നടന്നെടുക്കുന്ന യേശുവിൻ്റെ മനസ്സിനെ മത്തായി സുവിശേഷകൻ വ്യക്തതയോടെ അവതരിപ്പിക്കുന്നു. 26 അധ്യായം 38 വാക്യം. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. മരണവേദന, പ്രാണന്റെ ഉടയോന് മരണവേദന. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പ്രഖ്യാപിച്ച കർത്താവ്, വഴി തെളിച്ചവന് വഴിമുടക്കം. പിതാവ് ആഗ്രഹിച്ചത് ഇംഗിതാനുസരണം വർത്തിക്കുന്ന ലോകത്തെ ആദിമ മനുഷ്യൻ അകലം പാലിച്ചപ്പോൾ ലോകത്തെ നേടുവാൻ സ്വപുത്രനെ നൽകി. 3.5 വർഷത്തെ പ്രോജ്വല പ്രവർത്തനമെങ്കിലും ഒപ്പം നിന്നവരിൽ ചിലരും ആശയ എതിരാളികളും തൻ്റെ വഴിക്ക് തടസ്സമാകുന്നു. നിത്യജീവന്റെ അവകാശികളാക്കാൻ യേശു നടത്തിയ യജ്ഞം അവസാനിക്കുകയാണ്. അന്ത്യത്തെക്കുറിച്ചുള്ള ആകുലതയല്ല, അന്ത്യത്തിന് കാരണമായ അവാസ്തവങ്ങളെക്കുറിച്ച് യേശുവിൻ്റെ മനമൊരുകുന്നു. മാനവരാശിയുടെ വിമോചനം സത്യമാകാത്തത് ഓർത്ത് മനം തകരുന്നു. ഏകാന്തത വേട്ടയാടപ്പെടുന്നു. 26 അധ്യായം 40 വാക്യത്തിൽ ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, ഒരു നിമിഷം പോലും എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. ഒട്ടിനിന്നവൻ്റെ ഒറ്റുകൊടുക്കൽ. പന്തിരുവരിൽ ഒരുവൻ യൂദാ. ലോകത്തെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പ്രതീകം ചുംബനം. അത് ലോകത്തിലെ ഏറ്റവും ഹീനകരമായ പ്രവൃത്തിക്കായി ഉപയോഗിക്കുന്നു. പക്ഷേ ആ മനുഷ്യൻ്റെ ജീവിതാവസാനം എന്നത് ഒരു മുഴം കയറിൽ ആണ് എന്നത് വളരെ വ്യത്യസ്തത ഉളവാക്കുന്നത്. ഉള്ളം മരണവേദനയ്ക്ക് സമാനം. തൻ്റെ ജീവിതാനുഭവങ്ങളുമായി ചേർന്ന് നിൽക്കുവാൻ ഒരു നിമിഷം പോലും സത്യമാകാത്ത, ഒരു നിമിഷം പോലും തന്നോടൊപ്പം ചേരുവാൻ തയ്യാറാകാത്ത ശിഷ്യഗണങ്ങൾ. അതെ, എൻ്റെ കർത്താവിൻ്റെ ഉള്ളം മരണവേദനയ്ക്ക് സമാനം. ഒരിക്കലും നിന്നെ കൈവിട്ടു പോകില്ല എന്ന് ശപഥമെടുത്ത പത്രോസ് 3 തവണ തള്ളിപ്പറയുന്നു. അതെ, എൻ്റെ യേശുവിൻ്റെ ഉള്ളം മരണവേദനയ്ക്ക് സമാനം. വിചാരണയുടെ നിമിഷങ്ങൾ, ഉയർത്തിയ അസ്വസ്ഥത കാരണം ഉന്നയിക്കുന്ന അപവാദങ്ങൾ എന്നത് അത്രത്തോളം അബദ്ധജടിലം നിറഞ്ഞതായിരുന്നു. കെട്ടിച്ചമയ്ക്കപ്പെട്ട ആരോപണങ്ങൾ ശിരസിലേറ്റി ശിരസ് താഴ്ത്തി ദൈവപുത്രൻ. അതെ, ഉള്ളം മരണവേദനയ്ക്ക് സമം. പടയാളികൾ ചുവന്ന മേലങ്കി ധരിപ്പിച്ച് മുള്ളുകൊണ്ടുള്ള കിരീടം വപ്പിച്ച് വലത് കൈയിൽ അധികാരത്തിൻ്റെ കോൽ നൽകി പൊതുജനമധ്യത്തിൽ യേശു അപഹാസ്യനാവുകയാണ്. തിരു ശരീരത്തിൽ വീഴുന്ന ചാട്ടവാറടിയിലും കൊടിയ വേദന പരിഹാസങ്ങൾക്കാണ്. എനിക്ക് അത് ഉറപ്പാണ്. കാരണം ശരീരത്തെ മുറിവേൽപ്പിക്കുന്നതിനേക്കാൾ കാഠിന്യം മനുഷ്യൻ്റെ വാക്കുകൾക്ക് ഉണ്ട്. നമ്മുടെ ലോകത്തിനും അങ്ങനെ തന്നെ അല്ലേ? വാക്കുകൾ എത്ര ആഴത്തിലാണ് മാനവനിൽ മുറിവേൽപ്പിക്കപ്പെടുന്നത്.
കടലാളം എന്ന് പറഞ്ഞാലും അതിശയോക്തി ഉണ്ടാവുകയില്ല. അതെ, യേശുവിൻ്റെ ഉള്ളം മരണവേദനയ്ക്ക് സമം. ഒപ്പം നിൽക്കാൻ ഒരാൾ എത്തുന്നു. പ്രതീക്ഷയുടെ ഒരു ചെറിയ തുരുത്ത്. 26 അധ്യായം 32 വാക്യം. കുറേനക്കാരനായ ശിമോൻ. യേശു ആശ്വസിച്ച നിമിഷങ്ങളിൽ ഒന്നാകാം അത്. എങ്കിലും ഉള്ളം മരണവേദനയ്ക്ക് സമം. ആത്മീക വർധനവിനായി 40 ദിന മരുഭൂമിയിലെ ഉപവാസ ദിനങ്ങൾ നൽകിയ കരുത്തിൽ മാനവരിലേക്ക് ഇറങ്ങിയ കർത്താവ് ആദ്യം നേരിട്ടത് പൈശാചിക പരീക്ഷണങ്ങൾ. പ്രതാപവും അധികാരവും ആഹാരവും ഒന്നിനും വഴിപെടാത്ത 3.5 വർഷത്തെ ശുശ്രൂഷ, അതിൽ ഒരു ദൈവപുത്രൻ്റെ പകർന്നാട്ടം. പക്ഷേ ഇപ്പോൾ മനം തകരുകയാണ്. മത്തായി സുവിശേഷം 27:39. കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു. നാടിനെ രക്ഷിക്കാൻ വന്നവൻ, സ്വയത്തെ രക്ഷിക്കാൻ കഴിയാതെ നിസ്സഹായൻ. രാജാവ് എന്ന് അവകാശപ്പെട്ടയാൾ കേവലം പ്രജയുടെ അഭിമാനം പോലുമില്ലാതെ മരക്കുരിശിൽ. നിന്ന, പരിഹാസം, അപകീർത്തിപ്പെടുത്തൽ ഒരു മനുഷ്യന് സഹിക്കുന്നതിനുമപ്പുറം ഏറ്റുവാങ്ങുകയാണ് മനുഷ്യനായി പിറന്ന ദൈവം. അതെ, ഉള്ളം മരണവേദനയ്ക്ക് സമം. ചട്ടവാർ അടിയും ശാരീരിക ദണ്ഡനവും ദാഹജലം പോലും നൽകാതെ നിരന്തര പീഠപർവം. ഒടുവിൽ ഗോൽഗോഥാവിലേക്ക്. ഉറ്റവരെയും ഉടവരെയും നഷ്ടപ്പെട്ട് 2 കള്ളന്മാരുടെ നടുവിൽ അക്ഷോഭ്യനായി. പിതാവ് വിഭാവനം ചെയ്ത രാജ്യം സ്ഥാപിക്കുവാൻ കഴിയാതെ നിസ്സഹായനായി യേശു മരക്കുരിശിൽ. പക്ഷേ അവസാന നിമിഷങ്ങളിൽ തെരുവായി മൊഴിഞ്ഞത് ഇന്നും എന്നും ചിന്തോദ്ദീപകമാണ്. ഇന്ന് നാം യേശു പറഞ്ഞ അവസാന മൊഴികളിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ മൊഴിയും അർത്ഥവത്താണ്. അത് ഇന്ന് നമ്മോട് സംസാരിക്കും. ആ വാക്കുകൾ, വചനങ്ങൾ നമ്മളുടെ തുടർചലനങ്ങൾക്ക് കൂടുതൽ മിഴിവേകട്ടെ എന്ന്, നമ്മുടെ തുടർ യാത്രകൾക്ക് ഏറെ അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.